ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ വിക്രത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മൂങ്ങാമുത്തശ്ശിയും പ്രകാശനും കൂടി മോളെ എങ്ങനെയും അവൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. ദാ നിൽക്കുന്നവളുണ്ടല്ലോ ആ കല്യാണി, അവളെ സ്നേഹിച്ചതുപോലെ ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല മോളെ. എന്നിട്ട് എൻ്റെ വിക്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവളുമാർ രണ്ടുപേരും കൂടി ചേർന്ന് അവനെതിരെ കള്ളക്കേസ് കൊടുക്കുക ചെയ്തത്. എൻ്റെ മോൻ എത്രമാത്രം ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു എന്ന് മോൾക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുക. അച്ഛൻ വിഷമിക്കേണ്ട അച്ഛ, അവന് പറ്റിയ ഒരു ഫീൽഡ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അവൻ എന്തായാലും ഇനി വെച്ചടി കയറ്റുമായിരിക്കും. നിങ്ങളാരും പേടിക്കുമെന്നും. ആ കല്യാണി അവൾ ആ കോമ്പറ്റീഷനിൽ തോറ്റു തുന്നം പാടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഇല്ലാന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുക. ആ സമയത്താണെങ്കിലോ നമ്മുടെ കിരണും ദീപയും അതുപോലെ രൂപയും സേനനും ഒക്കെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ വളരെയധികം ആകാംക്ഷാഭരിതരായിട്ട് ആ ഒരു റിസൾട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നത് ബഗാസുരൻ്റെ വീടാണ്. എൻ്റെ ദൈവമേ, അവളുടെ റിസൾട്ട് ഇപ്പം പറയും. എന്താകുമോ എന്തോ, അവളെങ്ങാനും വിജയിക്കുമോ എന്നുള്ള പേടിയിലാണ് നമ്മുടെ സരയുൻ്റെ ഈ ഒരു ടെൻഷനൊക്കെ കാണുമ്പോൾ ശാരി പറഞ്ഞു, മോളെ അവള് ജയിച്ചാൽ എന്താ പ്രശ്നം? അപ്പം ബഗാസുരനും പറഞ്ഞു, മോളെ അവള് ജയിച്ചോട്ടെ, അതിനിപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല. അവളുടെ ജീവിതത്തിൽ ഇനി അങ്ങ് പച്ച പിടിക്കില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാര്യങ്ങൾ അച്ഛൻ എന്തുണ്ടാക്കിയിട്ട് ഈ പറയുന്നത്? അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? പണ്ട് എപ്പോഴൊക്കെയോ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അച്ഛൻ നിന്നിട്ടുണ്ട് എന്നല്ലാതെ അച്ഛനെ കൊണ്ട് വല്ലതിനും കഴിയോ? ഇപ്പതാ ഭ്രാന്ത് മൂത്തിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുക. ഇനി എന്താ പറയേണ്ടത്? നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കല്യാണിയുടെ ആ ഒരു റിസൾട്ട് അത് പറയുന്ന ആ ഒരു സമയമായി. 3rd പ്രൈസും 2nd പ്രൈസും ഒക്കെ അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ ഫസ്റ്റ് പ്രൈസിലേക്ക് വരുന്ന ആ ഒരു സമയം നമ്മുടെ കല്യാണിയാണെങ്കിലോ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കല്യാണിക്ക് തന്നെയാണ് സമ്മാനം എന്ന് പറഞ്ഞതും നമ്മുടെ രൂപയും കിരണും ഒക്കെ തുള്ളിച്ചാടുന്ന ഒരവസ്ഥ. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. നമ്മുടെ ദീപയാണെങ്കിൽ എന്താ പറയേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ അത്രയധികം മകളുടെ ആ ഒരു വിജയത്തിൽ ആ അമ്മ സന്തോഷിക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കഷ്ടപ്പെട്ട് വഴിപാടൊക്കെ നടത്തിയിട്ട് എൻ്റെ പ്രകാശ നമ്മുടെ കാശ് പോയതല്ലാതെ ദൈവം നമ്മുടെ പ്രാർത്ഥനയൊന്നും മൂങ്ങാ മുത്തശ്ശി ദാ പ്രകാശന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ കാർത്തികയാണെങ്കിലോ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ അനുജത്തി വിജയിച്ചല്ലോ. നിങ്ങൾ കള്ളക്കൂട്ടങ്ങളാ, നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും ഒരു ദൈവവും കേൾക്കില്ല എന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ പിറുപിറുത്തോണ്ടിരിക്കുക. എന്നാലും എൻ്റെ മോളെ ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. അവൾ വിജയിച്ചു. അവൾക്ക് ശുക്രൻ ഒന്നല്ലടാ, അവൾക്ക് 2 ശുക്രൻ അവളുടെ ഉച്ചിയിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വിക്രമാണെങ്കിലോ എന്തായി റിസൾട്ട് പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ച് തുള്ളിച്ചാടി ഇങ്ങ് വരുന്ന ആ ഒരു സമയത്ത് റിസൾട്ടൊക്കെ വന്നു. അവൾക്ക് തന്നെയാടാ പ്രൈസ് കിട്ടിയത്. അതും ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ. എന്ത് പറയാനാ, ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് കത്തിക്കയറുകയാണ്. അവളെപ്പോലെയുള്ള ഒരുത്തി ഇങ്ങനെയൊക്കെ വിജയിക്കുന്നത് കാണുമ്പോൾ ചേച്ചി സത്യം പറയാമല്ലോ, ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അതെ, എന്ത് ചെയ്യാനാ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഓരോ സമയം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരുപക്ഷെ കല്യാണിയുടെ നല്ല സമയമായിരിക്കുമെന്ന് കാർത്തിക ഇങ്ങനെ മറുപടി പറയുക. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിത കിരണിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച ആ ഒരു ദുരന്തങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പം ദീപയാണെങ്കിൽ അവൾ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല എൻ്റെ മോള് ഇങ്ങനെയുള്ളൊരു നിലയിലൊക്കെ എത്തിപ്പെടുമെന്ന്. എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് ആദ്യം വന്ന മഹാഭാഗ്യമാണ് കിരൺ എന്നൊക്കെ പറഞ്ഞ് ദീപ ഇങ്ങനെ കിരണിനെ കുറിച്ച് നല്ല രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ കിരണിനും വലിയ സന്തോഷമായി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ കല്യാണിയുടെ ആ ഒരു വിജയം അതങ്ങ് ആഘോഷമാക്കാൻ തുടങ്ങുന്ന സമയത്ത് ദാ ബഗാസുരനെ ഇട്ട് വാരുകയാണ്. കണ്ടില്ലേ അവളങ്ങ് കത്തിക്കയറുന്ന കാഴ്ച. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ ഞാൻ സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സരയും ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും മോളെ ഇതിൽ ഈ സന്തോഷത്തിലൊന്നും വലിയ ആയുസൊന്നും ഇല്ല. അവളുടെ കാര്യം ഞാൻ റെഡിയാക്കിക്കോളാം. അവളും കിരണും തമ്മിൽ അകന്നു കഴിഞ്ഞാൽ പിന്നെ മോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. അച്ഛനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് കുറച്ച് മുന്നേ അല്ലേ ഞാൻ പറഞ്ഞത്. മോളെ നീ ഇങ്ങേരുടെ വട്ട് കേൾക്കാതെ വേറെ വല്ല പണിയുണ്ടോ നോക്കെന്നും പറഞ്ഞ് ശാരിയും അവിടുന്ന് എഴുന്നേറ്റ് പോവാ. പിന്നെ
അങ്ങനെതാ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ കിരണും കൂട്ടരും ഒക്കെ കൂടി നിന്ന് ഭയങ്കരമായിട്ട് അവരിങ്ങനെ മത്താപ്പും പൂത്തിരിയും ഒക്കെ കത്തിച്ച് അങ്ങ് ആഘോഷമാക്കുകയാണ്. നമ്മുടെ കല്യാണി സ്ഥലത്തില്ലെങ്കിലും കല്യാണിയുടെ വിജയത്തിന് ഒരു തരി പോലും അങ്ങനെ ഏൽപ്പിക്കാതെ അവരെല്ലാവരും കൂടെ ചേർന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ആ ഒരു കാഴ്ച അത് നമ്മുടെ കാർത്തിക അവളുടെ ഫോണിൽ ഇങ്ങനെ പ്രകാശൻ വരുന്നത് കണ്ടതും കാർത്തിക ആ ഫോൺ അങ്ങ് മാറ്റിവെച്ചു. എന്താ വെച്ചാ എന്തെങ്കിലും പറയാനുണ്ടോ മോളെ? ഇന്ന് ആഘോഷിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ, പക്ഷെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. അവളുടെ ആ ഒരു വിജയം അത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ പോട്ടച്ച, അവള് ജയിക്കാനുള്ളതാണെങ്കിൽ അവള് ജയിച്ചിരിക്കും. അപ്പം വിക്രം വന്നതും ഇനിയിപ്പോൾ നാളത്തെ പത്രത്തിൽ മുഴുവനും അവളുടെ ആ ഒരു ഫോട്ടോ ആയിരിക്കും. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, ആ പത്രക്കാരനെ വിളിച്ചിട്ട് നാളത്തെ പത്രം ഇടണ്ടെന്ന് പറഞ്ഞാലോ എന്ന് കാർത്തിക ചോദിക്കുമ്പം, വേണ്ട ചേച്ചി, പത്രമൊക്കെ ഇട്ടോട്ടെ. അമ്മമ്മ രാവിലെ മിറ്റമൊക്കെ അടിച്ചു വാരില്ലേ, ആ അടിച്ചു വാരുന്ന കൂട്ടത്തിൽ അവളുടെ ഫോട്ടോ എല്ലാം ആ പത്രം കൂടി എടുത്തങ്ങ് കത്തിക്കട്ടെ എന്ന് വിക്രം ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അതെ, അത് തന്നെയാ പറ്റുള്ളൂ. അങ്ങനെ വിക്രം ആ ഒരു പത്രം കത്തിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ പ്രകാശം പറഞ്ഞു, മോളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ച് വളർത്തിയതാണ് എൻ്റെ കല്യാണി എന്ന് മോൾക്ക് അറിയാവോ? പെമ്മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉള്ള നുണക്കഥയൊക്കെ പ്രകാശൻ ഇങ്ങനെ തട്ടി വിടുന്ന സമയത്ത് കാർത്തിക പറഞ്ഞു, അതെ, എനിക്കുണ്ടായിരുന്നു ഒരമ്മൂമ്മ. ആ അമ്മൂമ്മയ്ക്ക് പെമ്മക്കളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരൊക്കെ ഈ അച്ഛനെയും അമ്മമ്മയും ഒക്കെ കണ്ടു പഠിക്കണം. അവര് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പ്രകാശൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഉണ്ട്, അവരിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയത്തിലാണ്. കണ്ടില്ലേ മോളെ, എത്രയൊക്കെ ദുഷ്ടത്തരങ്ങൾ കാണിച്ചാലും പെമ്മക്കളെ വെറുത്തിട്ട് എന്നിട്ട് മോള് അവരെ സഹായിക്കും. കണ്ടോ മോളുടെ അമ്മയുടെയും മനസ്സ്, അത് കാണാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അത്രയധികം നന്ദിയുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. അല്ല മോളെ, അവര് എവിടെയാ ഉള്ളത് എന്നൊക്കെ പ്രകാശം ചോദിക്കുമ്പം അവരുണ്ടച്ചാ, അവരിപ്പം ഞങ്ങളുടെ ആശ്രയത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ എപ്പോഴാണോ എനിക്ക് കലി ഇളകുന്നത് ആ സമയത്ത് അവർക്കുള്ള കൊട്ട് ഞാൻ കൊടുത്തിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പ്രകാശനെയും മുത്തശ്ശിയും ഒക്കെ ഉന്നം വെച്ച് കാർത്തിക ഇങ്ങനെ സംസാരിക്കുക. പ്രകാശൻ ഒരു പൊട്ടനായതുകൊണ്ട് തന്നെ പ്രകാശൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അവൾ പറയുന്നതിനനുസരിച്ച് അവളുടെ താളത്തിനൊത്ത് തുള്ളുന്ന പ്രകാശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി നമ്മുടെ കല്യാണിയെയും കിരണിനെയും തമ്മിൽ തെറ്റിക്കാൻ ആ ബഗാസുരൻ്റെ ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.